ഹലോ. ഹലോ. ആ എന്തുണ്ട്? ഞാൻ വീട്ടിൽ വന്ന് പിന്നെ നമ്മുടെ ഒരു സിനിമക്കും പോയി. വീട്ടിൽ വന്നൊരു അച്ഛനും അമ്മയും പറഞ്ഞ് നമുക്കൊരു സിനിമ കണ്ടാലോ, നല്ല അടിപൊളി സിനിമയുണ്ട്, ഏത് സിനിമയാണ് കണ്ടത്? കാന്താര. കാന്താര. സിനിമ നല്ല അടിപൊളി സിനിമ. പറയുന്നുണ്ട്. സിനിമ കാണാൻ പോയി. എന്നിട്ട് പകുതി കണ്ട്. ഉള്ളൂല്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഞാൻ ഇരുന്നതിന്റെ മുന്നിലെ സീറ്റില് ഉണ്ട് പിന്നെ പിള്ളേർ വന്നിരുന്നേ. പിന്നെ ഞാനൊരു വന്നു. കല്യാണം കഴിഞ്ഞൊന്നുമല്ല തോന്നുന്നു, അറിയില്ല. ചെറിയ പിള്ളേരാണ്. അതിനേക്കാളും വലിയ സിനിമ കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊതിയായി കേട്ടോ. എന്താ കാണിച്ച പിള്ളേര്? സിനിമ പിള്ളേര് തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ അഭിനയം തുടങ്ങി. സിനിമ അഭിനയം അവരും തുടങ്ങി. ശരിക്കും കണ്ട? സത്യം പറഞ്ഞ സിനിമയല്ല പിന്നെ കണ്ടത്, സിനിമയുണ്ട്. അത് ശരി. നീ അങ്ങ് ഇതെല്ലാം കണ്ട് കോരിത്തിരിച്ചിരുന്നിട്ടുണ്ടാവൂല്ലേ? അമ്മാതിരി കളിയായിരുന്ന? അപ്പൊ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നു. ഞാനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അവിടെ ഇരുന്നിട്ട് സിനിമ കാണുമോ? ഞാനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അവിടെ ഇരുന്നിട്ട് സിനിമ കാണുമോ? നമ്മളപ്പോ തന്നെ അവിടെ നിന്ന് വിടൂലേ? കുറച്ച് കണ്ടൂടെ? എന്നിട്ട് നീ കണ്ടങ്ങ് ആസ്വദിച്ചു. പിന്നെ എനിക്ക് കൊതിയായി പോയി. അടുത്തുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാവരും സിനിമയിൽ പോയിട്ടുണ്ടാവൂലെ? എല്ലാരും സിനിമ കാണുന്ന ഇതില് ഞാൻ എന്റെ മുന്നിലല്ലേ ഉള്ളത്. അപ്പൊ എന്റെ കണ്ണ് വെറുതെ ആടിയായി പോയി. അപ്പൊ കണ്ടതാണ് ഈ സിനിമ. എന്തൊരു സിനിമ! അതിലിപ്പോ എങ്ങനെയാന്ന് ഞാൻ പറയണ്ടേ? അഭിനയം തന്നെ. കണ്ട കാര്യം പറ. നീ എന്നല്ല കണ്ടെന്നിട്ട്? നിങ്ങൾക്കറിയില്ലേ? കണ്ടത് നമ്മള് സാധാരണ എല്ലാം ചെയ്യുന്നതെല്ലാം പിള്ളേർന്ന് ചെയ്താ ഒന്നും ചെയ്തില്ലേ? ലാസ്റ്റിലെത്തി. ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള സിനിമക്കെല്ലാം വന്നാല് എല്ലാരും ശാന്തമായിട്ട് ഇരിക്കലാണ്. ഇതിനായിട്ട് വന്നിരിക്കല്ലേ പിള്ളേർ? അല്ല, കാന്താര നല്ല ശബ്ദവും ഇതുണ്ടായി കഴിഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അഭിനയിച്ചിട്ടുണ്ടാവും. നീ ശരിക്കും ശ്രദ്ധിച്ചല്ലേ? ഞാൻ പിന്നെ നോക്കിപ്പോയതാ. പിന്നെ അവിടെ കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. ഒരിക്കലും എന്റെ അമ്മേനെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ നാളെ കൂടി ഞാനക്ക് പ്രായമുള്ള അമ്മയെല്ലാം കാണിച്ചിട്ട് പിന്നെ നീ എന്നിട്ട് കണ്ട് എന്നാ പറയണ്ട. നിനക്ക് ഇത് ആയാ? അതൊന്നുമില്ല. പിന്നെന്നാ ഇതെന്നാ ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് പോയാല് അടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് അതല്ല, അത് കണ്ടിട്ട് നമുക്ക് വീട്ടിൽ വന്നാൽ നല്ല സിനിമ ഉണ്ടാവില്ലേ? നീ ചോറെണ്ണ കൊണ്ടിട്ട് അങ്ങ് വെച്ചിക്കോ. ഈ ചോറൻ തന്നെ ഇടുന്ന അങ്ങോട്ടേക്ക് വെത്തിക്കോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നും കേട്ടാ നിങ്ങൾ വരുവാ? വരണമെന്നുണ്ട്. അല്ല, ഞാൻ കേട്ട് എത്ര വന്നു. അപ്പൊ എനിക്കിന്ന് രാത്രിയൊക്കെ കോളായല്ലോ. എനിക്കിന്ന് രാത്രിയൊക്കെ കാര്യമായല്ലോ.
ഒറ്റക്കല്ലല്ലോ, ഒറ്റക്ക് കാര്യം കിട്ടുന്നുണ്ട്. എന്നാലും അല്ല എന്നാലും കൂടി വാ. നേരിട്ട് കണ്ടാല് ഒരു സുഖകരമായ കാഴ്ചയായിരുന്നില്ല എന്നാലും നീ കണ്ടത്. അതല്ലേ ഞാൻ പറഞ്ഞേ, നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നല്ല കാഴ്ചയും ഞാൻ ആസ്വദിച്ച്. ഇപ്പൊ അതിന്റെ ഭാഗ്യമൊന്നുമില്ല. അത് ഭാഗ്യമാ. പിന്നെ നേരിട്ട് കാണുമെന്നെല്ലാം പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ലേ. എന്നിട്ട് പിള്ളേർ ലാസ്റ്റ് എവിടെ നിർത്തിയ? ഏതല്ല ഇപ്പൊ വേണ്ടേ സിനിമ വൈകുന്നേരം കണ്ടു. ലാസ്റ്റ് അതിന്റെ ക്ലൈമാക്സ് എത്തിയിട്ടില്ല. ഇല്ല, കാണുന്നുണ്ട്, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. കണ്ടാലെന്ത് നല്ലെന്ന് അവരെ ഇടയിൽ കൊണ്ട് തലയിട്ട് നോക്കണേ എന്നല്ലാതെ കറക്റ്റ് ചെയ്യുന്നു. എനക്കൊരു സാധനമുണ്ട്. അല്ല, ഒരാൾ അനക്കുണ്ട്. എന്നാ പിന്നെ ഇങ്ങനെയെല്ലാം പോയാല് അന്യൊന്ന് ഇതാക്കുക. ഞാൻ വരാൻ നോക്കുന്നു. വന്നിട്ടാണ് എനിക്ക് എന്തെല്ലാം വേണ്ട എല്ലാം നമ്മൾ വരണ്ടേ. വരണം, വരുമല്ലോ. വന്നിട്ടാകുമ്പോ നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യല്ലോ. ഞാനും കാത്തിക്കുന്നു. അതുവരെ ഇതെല്ലാം കണ്ടിട്ട് ഇത് എന്താ പറയാ, വൈകിട്ട് പോകണ്ടെന്നാ നല്ല കേട്ടോ. അങ്ങനെ ഇതൊന്നും ചെയ്യില്ല. ഇതെല്ലാം കണ്ടിട്ട് വഴിതെറ്റി പോറെന്ന് പറയാ. പിള്ളേരൊക്കെ അങ്ങനെ പല സംഭവങ്ങളും കാണിക്കും. വഴിതെറ്റി പോകുന്നില്ല, ശരിക്കുള്ള വഴിമടിയെ പോകും. വഴിതെറ്റി പോകൂല, ശരിക്കുള്ള വഴിയിലൂടെ പോകൂല്ലേ. അത് നിങ്ങളും കൂടി വിചാരിക്കണം. അമ്മ ഇനി രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ ഇതുപോലെ ആവോ കിടന്ന സ്ഥലമെല്ലാം നോക്കാം. നിങ്ങൾക്കെപ്പ ലീവ് കിട്ടുക? എന്റെ ലീവ് അടുത്ത് ഞാൻ കൊറേ ദിവസമായാലും പറയുന്നു. ശ്രമിക്കുന്നുണ്ട്. വിളിക്കുമ്പല്ലോ. എന്നിട്ട് ഇന്ന് മൊത്തം അങ്ങനെയായിട്ടൊന്നും വേണ്ടേ? അല്ല ഇന്ന് മൊത്തം മറ്റേ മലയമെന്ന് അരുവി ഒഴുകി വരുമ്പോൾ ഒഴുകി വരുമോ? നമ്മളെ അങ്ങനെ ചിലപ്പോ ഞാനധികം നിന്നെ ഓർമ്മിച്ചിട്ടുള്ള അതിനകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ വേറെ ഓർമ്മിച്ചിട്ട് അല്ലേ, ഓർമ്മിച്ചാലും നന്നായിട്ട് വല്ല ഓർമ്മിച്ചാലും അതൊന്നും ഓർമ്മ. രാവിലെയൊക്കെ ഒഴുകി വരും. മാത്രമല്ല ഇന്ന് ടാക്കീസിന് കണ്ടാലും കൂടിയാകുമ്പോ പിന്നെ പോരെ. കണ്ടത് നമ്മളെ രണ്ടാടാന്ന് ചോദിച്ചാലോ? അങ്ങനെ വിചാരിച്ചു കിടന്നു. അങ്ങനെ വിചാരിച്ചിട്ട് കിടക്കാം. എന്ത് വേണം? വരുമ്പോഴേക്ക് സാധനങ്ങളിൽ അടി ഉണ്ടാവണം കേട്ടോ. അതെല്ലാം ഭദ്രമായിട്ട് തന്നെ ഉണ്ടാവും. എല്ലായിടത്തും തന്നെ ഉണ്ടാവും. സ്വന്തം തിന്ന് തീർത്തേക്കറിയും. അതൊന്നുമില്ല. പറഞ്ഞു മനുഷ്യന്മാരെ ക്ഷമ കളയേണ്ട പരിപാടിയൊക്കെ പോകുന്നു. അത്രേ ക്ഷമയുള്ളൂ. നല്ല ക്ഷമിച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് കിട്ടുമ്പോ
വിചാരിക്കൂലേ ഇങ്ങനല്ല അത്രല്ലേ നിയന്ത്രണമുള്ളൂ. ഉം. ഉം? അതെ. ഉം. അതെ നോർത്ത് നിങ്ങൾക്കാണ് ആണുങ്ങൾക്കാണ് അങ്ങനെ നിയന്ത്രണം ഉണ്ടാക്കും. അയ്യോ നിങ്ങൾക്ക് പിന്നെ എല്ലാ നിയന്ത്രണവും ഉണ്ടാവില്ലല്ലേ. പെണ്ണുങ്ങൾക്ക് കുറേ നിയന്ത്രണമാണ്. അതാണല്ലോ ഇന്നലെ മിഞ്ഞാത്തല്ലോ ഓരോന്ന് പറഞ്ഞത് നിയന്ത്രണം കൂടിയുണ്ട്. അങ്ങനെ കുറേ നാട് കൂടിയിട്ട് ഉം. ആകുമ്പോ നമുക്ക് ഒരു ഇതുണ്ടാവില്ലേ. ഉം. തലയണയിലവിടെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതൊന്നും എടുത്ത് എവിടെയെങ്കിലും വെച്ച് കയറ്റിയൊക്കെ പോകും. ഉം. ഉം.